السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സമാദരണീയരായ അധ്യക്ഷർ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇസ്ലാമോഫോബിയ അത്യന്തം അപകടകരമോ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. സർവ്വദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ കറൻസി നേടിയ പദങ്ങളിലൊന്നാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബി എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഇംഗ്ലീഷിലെത്തുന്നത്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അലൻ കുവൽ എന്ന ഫ്രഞ്ച് ഗവേഷകനാണ്. 1923 ഇത് ഇംഗ്ലീഷ് നിഘണ്ടുവിൽ എത്തുന്നത്. പിന്നീട് 1976 ശേഷമാണ് അത് ആംഗലേയ വ്യവഹാരങ്ങളിൽ അത് പരക്കാൻ തുടങ്ങുന്നത്. ഇതിനെ നിർവചിച്ചിരിക്കുന്നത് ഭയം, വിദ്വേഷം അല്ലെങ്കിൽ ഇസ്ലാമിനോടോ അതിന്റെ അനുയായികളോടോ ഉള്ള വിവേചനം എന്നാണ്. ചൂഷണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഉദയം ഒരുപാട് തിന്മകളുടെ അസ്തമനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നും യഥാർത്ഥ സംസ്കരണം എങ്ങനെയാണെന്നും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ ലോകം തിരിച്ചറിഞ്ഞു. മുസ്ലിമിന്റെ ഇടപാടുകൾ, നിലപാടുകൾക്കൊക്കെ വശീയ ആധാരമായി മാറിയപ്പോൾ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ മുസ്ലിം ആവശ്യക്കാരായി. മറുവശത്ത് ഇസ്ലാമിന്റെ കൃത്യമായ സംസ്കരണം ഒരുപാട് വ്യാപാര സംഘടനകളുടെയും തകൃതിയിലുള്ള കച്ചവടത്തിന് നാശവും നഷ്ടവും സംഭവിച്ചു. കൊല ഒരു ബാധകമാണ് എന്ന ഇസ്ലാമിക സിദ്ധാന്തം തകർത്തത് ആയുധമാഫികളുടെ കാലകാലത്തേക്കുള്ള സ്വപ്നങ്ങളെയായിരുന്നു. വ്യഭിചാരം നീചമാണ് എന്ന ഇസ്ലാമിക പ്രസ്താവന നശിപ്പിച്ചത് പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്സും പോൺ ബിസിനസ്സുമാണ്. അങ്ങനെ മദ്യപാനം നാശമാണ് എന്ന ഇസ്ലാമിക തത്വം കടിഞ്ഞാണിട്ടത് ലോകോത്തര ഡ്രഗ് മാഫികളെയാണ്. അങ്ങനെ എല്ലാത്തരം തിന്മകൾക്കും ഇസ്ലാം ഐക്യം പ്രഖ്യാപിച്ചപ്പോ മറ്റു മതങ്ങൾക്കും ഇസ്ലാം മുഖ്യ ശത്രുവായി. അവര് ശത്രുത വെച്ചത് രണ്ട് കാര്യത്തിലായിരുന്നു. ഒന്ന്, വംശീയത ലക്ഷ്യം വെച്ച് കഠിന പീഡനം, കൂട്ടക്കൊല, മറ്റു ഇസ്ലാമിക ചിഹ്നങ്ങൾ ഇല്ലാതാക്കൽ തുടങ്ങി അവർ ഇസ്ലാമിനെ ഇന്നും ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു. കുരിശ് യുദ്ധവും ബ്രിട്ടീഷ് ഇന്ത്യൻ അധിനിവേശവും അതുപോലെ ന്യൂസിലാൻഡ് മസ്ജിദ് തകർപ്പണവും ഇതിനുദാഹരണങ്ങളാണ്. മറ്റൊന്ന്, ആഭ്യന്തര കലാപം സൃഷ്ടിക്കലായിരുന്നു. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചും ആഭ്യന്തര കലാപം സൃഷ്ടിച്ചും അവർ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പ്രഥമ കക്ഷി ജൂതന്മാർ തന്നെയായിരുന്നു. അത് തന്നെയാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വെച്ചത്. സൂറത്തുൽ മാഇദ 82-ാം വചനം, ലതജിദന്ന അശദ്ദന്നാസി അദാവത ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് ശത്രുത വെക്കുന്നത് അത് ബഹുദൈവ വിശ്വാസികളും ജൂതന്മാരുമാണ്. ഇസ്ലാമിനുള്ളിൽ വിഘടനാ വിപ്ലവം സാധ്യമാക്കാൻ അവരുടെ ഘടകകക്ഷികളായ ഷിയാക്കളെയും കാദിയാനികളും എക്സ് മുസ്ലിമും അങ്ങനെ തുടങ്ങി സർവമത സത്യവാദിയും ഇവർ ഒരു പരമ്പര തന്നെ. അങ്ങനെ ഈ ആധുനിക ലോകത്തവർ ഇസ്ലാമിസ്റ്റുമായി വേദികളിലും മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവരെ വെച്ച് ഇസ്ലാമിനെ ലോകം വിലയിരുത്തി. അവരുടെ അതിക്രമങ്ങളും ക്രൂരതകളും ഇസ്ലാമിൻ്റെതായി ചിത്രീകരിക്കപ്പെട്ടു. തക്കം പാർത്തിരുന്ന വിമർശകർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമോഫോബിയയുടെ രൂപം കൊള്ളുന്നത്. മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അത് ഇല്ലാതാകുന്നില്ല. അതിനെയും അതിന്റെ നശീനതയെയും മനസ്സിലാക്കി പ്രബോധനത്തിലൂടെ നേരിടുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ സുപ്രധാന ഉത്തരവാദിത്വം. അത് നിറവേറ്റുന്നതിലൂടെ മുസ്ലിമുകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നമുക്ക് തന്നെ സൃഷ്ടിക്കാനാകുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.